ബംഗ്ലാദേശിലാകട്ടെ അടുത്ത തിരഞ്ഞെടുപ്പ് കാലം അടുത്തതോടുകൂടി തന്നെ ഇപ്പോൾ വോട്ട് ഉറപ്പിക്കാൻ പാടുപെടുകയാണ് ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസും പാർട്ടിയുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ പലായനത്തിന് ശേഷം അവിടുത്തെ സ്ഥിതിഗതികൾ എല്ലാം തന്നെ തകിടം മറിയുകയാണ് ഉണ്ടായത്. ഹിന്ദുക്കൾക്ക് നേരെയാകട്ടെ ഇടക്കാല സർക്കാർ നടത്തുന്ന ക്രൂരമായ പ്രവർത്തികൾ അതിന് തക്ക മറുപടി തിരഞ്ഞെടുപ്പിലൂടെ തന്നെ പ്രതിഫലിക്കുമെന്നാണ് ചില വിലയിരുത്തലുകൾ, അതായത് പൊതുവിലയിരുത്തലായി പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ജെൻസി തിരഞ്ഞെടുപ്പിൽ കൂടുതൽ അവിടെ അടിത്തറ ഉറപ്പിക്കാനുള്ള വലിയൊരു നീക്കവും നടക്കുന്നുണ്ട് എന്നും വിലയിരുത്തുന്നുണ്ട്. പതിറ്റാണ്ടുകളുടെ സ്വജനപക്ഷപാതത്തിൽ നിന്ന് ദ്വികക്ഷി ആധിപത്യത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റുന്നതിനായി പോരാടുന്ന വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലുള്ള നാഷണൽ സിറ്റിസൺസ് പാർട്ടി അടുത്ത ഫെബ്രുവരിയിൽ നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്ക് വലിയ ആഴത്തിലുള്ള ശൃംഖലകളും വിഭവങ്ങളും എല്ലാം തന്നെ ഉറപ്പിക്കാനുള്ള ഒരു പോരാട്ടമാണ്, അല്ലെങ്കിൽ എതിരാളികളെ തകർക്കാനുള്ള, അവരെ നേരിടാനുള്ള ഒരു വലിയ നീക്കമാണ് അവിടെ നടക്കുന്നതെന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഞങ്ങളുടെ സംഘടന ദുർബലമാണ്, കാരണം അത് കെട്ടിപ്പടുക്കാൻ ഞങ്ങൾക്ക് വേണ്ടത്ര സമയം ലഭിച്ചില്ല എന്നാണ് ഈ ജെൻസി കൂട്ടായ്മ പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ മാരകമായ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പ്രമുഖനും അതുപോലെ തന്നെ നൊബേൽ സമ്മാന ജേതാവുമായ മുഹമ്മദ് യൂനസിന്റെ കീഴിൽ താൽക്കാലിക ഭരണകൂടത്തിൽ കുറച്ചുകാലം സേവനം അനുഷ്ഠിച്ചതുമായ അതിന്റെ തലവൻ അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു തലവനായ നഹീദ് ഇസ്ലാമാണ് ഇക്കാര്യങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് നന്നായി തന്നെ അറിയാം, പക്ഷേ ഞങ്ങൾ എല്ലായ്പ്പോഴും തന്നെ വെല്ലുവിളികൾ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. തലസ്ഥാനമായ ധക്കയിലെ ഒരു ബഹുനില കെട്ടിടത്തിലെ പാർട്ടി ഓഫീസിൽ നിന്ന് സംസാരിച്ച 27കാരൻ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അവിടെ തന്നെ ഒരു ചുവരിൽ ജനക്കൂട്ടത്തെ കലാപകാരികളായി ചിത്രീകരിക്കുന്ന ചുവരെഴുത്ത് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. 300 സീറ്റുകളിലും മത്സരിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പാർട്ടിയാകട്ടെ വെറും 6% പിന്തുണയോടെ 3ാം സ്ഥാനത്താണ് എത്തി നിൽക്കുന്നത്. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാകട്ടെ 30% ലീഡ് ചെയ്യുന്നതിനേക്കാൾ വളരെ പിന്നിലാണ് എന്ന അഭിപ്രായ സർവേകളാണ് ഇതിൽ എടുത്തു കാണിക്കുന്നത്. ആയതിനാൽ തന്നെ ഈ വിദ്യാർത്ഥി സംഘടനയെ കൊണ്ട് എന്താണ് ബംഗ്ലാദേശിൽ ഒരു ഗുണമുണ്ടാകുക എന്നതാണ് മറ്റൊരു തലത്തിൽ ഉയർന്നു കേൾക്കുന്ന ചോദ്യം. മാത്രമല്ല, ഇടക്കാല സർക്കാരിനെ നയിക്കുന്ന മുഹമ്മദ് യൂനസിനെയും എന്നാൽ പലായനം ചെയ്ത് പുറത്താക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും തന്നെ തുടച്ചു നീക്കണമെന്ന ഒരാഗ്രഹത്താലാണ് ഇവർ ഇത്തരത്തിൽ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നതാണ് മറ്റൊരു വസ്തുത. US ആസ്ഥാനമായുള്ള ഒരു ലാഭചില സംഘടനയായ ഇന്റർനാഷണൽ റിപ്പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡിസംബറിൽ നടത്തിയ വോട്ടെടുപ്പിലാകട്ടെ തീവ്ര നിലപാടുള്ള ജമായത്തെ ഇസ്ലാമി പോലും ഇവരെക്കാട്ടിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു വസ്തുത. 26% വോട്ടുമായി 2ാം സ്ഥാനത്ത് എത്തുമെന്ന് കണ്ടെത്തുകയും അവർ ആദ്യമായി തന്നെ പുറത്തിറങ്ങിയപ്പോൾ എല്ലാവരും ഒരേപോലെ തന്നെ പ്രതിപക്ഷമായി തന്നെ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതീക്ഷയായി തന്നെ തങ്ങളെ കണ്ടു എന്നാണ് മറ്റൊരു വസ്തുത. കലാപത്തിന് നേതൃത്വം നൽകിയതും 2 പ്രബല പാർട്ടികളുടെ പതിറ്റാണ്ടുകളായി തന്നെ ഭരണം തകർക്കാൻ പുതുമുഖങ്ങളെ സഹായിക്കുകയും ചെയ്ത 25കാരനായ മറ്റൊരു വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. ഒടുവിൽ അവർ നിരാശരായി തന്നെ തിരിച്ചു മടങ്ങേണ്ട അവസ്ഥ വരുമോ എന്ന ചോദ്യങ്ങളടക്കം ഉയർന്നു കേൾക്കുന്നുണ്ട്. അതേസമയം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നിലവിൽ സംഘർഷഭരിതമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സാഹചര്യത്തിൽ അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു മുൻ സൈനിക ഉദ്യോഗസ്ഥന്റെ വിവാദ പ്രസ്താവന ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷം കൂടുതൽ രൂക്ഷമാക്കുകയും ചെയ്തതായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ബംഗ്ലാദേശ് ആർമിയിലെ വിരമിച്ച ബ്രിഗേഡിയർ ജനറലായ അബ്ദുള്ളഹി അമൈൻ എന്ന അടുത്തിടെ ഇന്ത്യക്കെതിരെ വളരെ രൂക്ഷമായ ഒരു പരാമർശം നടത്തിയാണ് രംഗത്ത് വന്നത്. ഇന്ത്യയെ ഛിന്ന ഭിന്നമാക്കുമെന്നതുവരെ ബംഗ്ലാദേശിൽ സമാധാനം അസാധ്യമാകുമെന്നതായിരുന്നു പ്രസ്താവിച്ചത്. ഒരു ഓൺലൈൻ ചർച്ചയ്ക്കിടെ തന്നെ ഉയർന്നു വന്ന ഈ പ്രസ്താവന വ്യാപകമായ മാധ്യമ ശ്രദ്ധ നേടുകയും അതേസമയം തന്റെ പ്രസ്താവനകളിലൂടെ തന്നെ അസ്മി മുൻപും വിവാദങ്ങളിൽ പെട്ടിട്ടുള്ള വ്യക്തിയാണ്. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ ഹിന്ദുക്കളെയും ബംഗാളി സ്വതന്ത്ര അനുകൂലികളെയൊക്കെ തന്നെ കൂട്ടക്കൊല ചെയ്തതിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്തതിൽ പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന മുൻ ജമായത്തെ ഇസ്ലാമി മേധാവി ഗുലാം അസ്മിയുടെ മകൻ കൂടിയാണ് ഈ അസ്മി എന്നതാണ് മറ്റൊരു വസ്തുത. ഇതിനെല്ലാം ഇടയിലാണ് ഇപ്പോൾ ജെൻസി പ്രക്ഷോഭങ്ങൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ രീതിയിൽ തന്നെ അലയടിക്കുകയും എന്നാൽ ഈ ബംഗ്ലാദേശിലെ സർക്കാരിനെ താഴെ ഇറക്കിക്കൊണ്ട് ഇവർ അധികാരം പിടിക്കുമെന്ന വലിയൊരു വ്യാമോഹം അവർ പങ്കുവച്ചുകൊണ്ട് രംഗത്ത് വരുന്നതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.